ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ചെറിയ കുറച്ച് പാർട്സ് നമുക്ക് റീപ്ലേസും ചെയ്യണം, അതേപോലെ തന്നെ പഴയ പാർട്സ് വണ്ടി സെറ്റ് ചെയ്യണം. അപ്പോൾ വണ്ടിക്ക് അകത്ത് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡിലെ അഡ്ജസ്റ്റബിൾ മിറർ ഇല്ലേ, മിററിന്റെ അകത്താണ് ഒരു ക്യാപ്പ് ഉണ്ട്, ബാക്ക് ക്യാപ്പ്. ആ ബാക്ക് ക്യാപ്പ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഔട്ടർ ഡോറിൽ നമ്മുടെ വെതർ സ്ട്രിപ്സ് ആഡ് ചെയ്യണം. പിന്നെ ഇതാണ് നമ്മുടെ പഴയ വെതർ സ്ട്രിപ്പ്, ഡെഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വെതർ സ്ട്രിപ്പ് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ബാക്ക് ഡിക്കിലെ റബ്ബർ ഉണ്ടല്ലോ, വാട്ടർ റബ്ബർ, ലീക്കേജ് വരാതിരിക്കുള്ള വാട്ടർ റബ്ബർ റീപ്ലേസ് ചെയ്യണം. ഇതിൽ ഡാമേജ്ഡ് ആണ്, ഇതിൽ ഡാമേജ് ആണ്. അപ്പോൾ പുതിയത് നമുക്ക് സെറ്റ് ചെയ്യണം. ഇതാണ് അവസ്ഥ. നമുക്ക് ആഡ് ചെയ്യണം. സീറ്റ് ബെൽറ്റ്, രണ്ട് സൈഡ് സീറ്റ് ബെൽറ്റ് സെറ്റ് ചെയ്യണം. സൈഡ് ഗ്ലാസ് റണ്ണർ ബീഡിങ് നമ്മൾ ഓൾറെഡി മാറിയിട്ടുണ്ട് കേട്ടോ. ഡോർ ഇന്നർ പാനൽ റബ്ബർ ബീഡിങ് മിസ്സിംഗ് ആണ്, അത്ര ഡാമേജ്ഡ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുതിയത് സെറ്റ് ചെയ്യണം. ഇനി എന്തായാലും റബ്ബർ പാനൽ നമുക്ക് സ്കീം ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഒരു കമ്പനി ചേട്ടന്റെ സെക്കൻഡ് സ്പെയർ ഇടുന്ന ഷോപ്പിൽ വന്ന് നമ്മുടെ റബ്ബർ ബീഡിങ് തൂക്കി. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബോണറ്റിന്റെ അഡ്ജസ്റ്റർ രണ്ടെണ്ണം കൂടെ കിട്ടി. അപ്പോൾ റബ്ബർ ക്ലിപ്സ് ഒക്കെ നമ്മൾ ഇതേപോലെ വാഷ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പറയുമ്പോൾ നമ്മൾ ഈ ഇതുണ്ടല്ലോ ബാക്ക് ഡിക്കിയിലെ റബ്ബർ നമ്മൾ സോഴ്സ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതുപോലെ നമ്മുടെ ഡിക്കിൽ സെറ്റ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഈ സ്റ്റേ നമുക്ക് റിമൂവ് ചെയ്താൽ നമുക്ക് റബ്ബർ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ആന്റിനേരെ ഇവിടെയുള്ള ക്യാപ്പ് സെറ്റ് ചെയ്യണം. ബാക്ക് വൈപ്പർ വാഷറിന്റെ ക്ലിപ്പ് അവിടെ സെറ്റ് ചെയ്യണം. ബോർഡിന്റെ ഇവിടെ പെയിന്റ് സ്ക്രാച്ച് ആവാതിരിക്കാൻ ഇതുപോലത്തെ കാർബൺ ഫൈബർ സ്റ്റിക്കർ നമുക്ക് ഒട്ടിക്കണം. അപ്പോൾ പാർട്സ് സെറ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ സൈഡ് ഗ്ലാസിന്റെ ബാക്ക് പാനൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലെ ഡിക്കിയുടെ മറ്റേ പ്ലാസ്റ്റിക് പാനലിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വൈപ്പർ വാഷറിന്റെ ക്ലിപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്, നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഡിക്കിയുടെ റബ്ബർ ബുഷും കാര്യങ്ങളും റബ്ബർ ബീഡിങ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആന്റിനേരെ ക്യാപ്പ് അവിടെ സെറ്റ് ചെയ്തു. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോറിന്റെ വെതർ സ്ട്രിപ്പാണ്, ഔട്ടർ വെതർ സ്ട്രിപ്പ്. ഇതാണ് മെയിൻ സാധനം. ഇത് നമ്മൾ സ്വരാജിന്നാണ് വാങ്ങിയിട്ട് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇത് ഇന്ന് സെറ്റ് ചെയ്യണം നമുക്ക്. അത് പണി കിട്ടിയ ഗൈസ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്ലാസ് ഇളക്കിയാലേ നമുക്ക് ഈ ബീഡിങ് ഡാമേജ് ആവാതെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗ്ലാസ് ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇനി ഗ്ലാസ് റിമൂവ് ചെയ്യണം. ഗ്ലാസ് റിമൂവ് ചെയ്താലേ നമുക്ക് ബെൻഡ് ആവാതെ നമുക്ക് ബീഡിങ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എന്തായാലും സൈഡ് മിററിന്റെ ബാക്ക് ക്ലിപ്പ് ഇതേപോലെ നമ്മൾ ഊരി മാറ്റണം. ഊരി മാറ്റിയിട്ട് ഇതിനകത്ത് 3 ബോൾട്ട് വരും. അതിലിപ്പോൾ 2 ബോൾട്ടേ ഉള്ളൂ, 1 ബോൾട്ട് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്ത് നമുക്ക് മാറ്റാം. നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്താൽ മതി. ഇതേപോലെ കൈ വെച്ച് നല്ല രീതിയിൽ ക്ലിപ്പ് ചെയ്യണം. ഇതേപോലെ ഈവനായിട്ട് ഒരുപോലെ ക്ലിപ്പ് ചെയ്താകുമ്പോൾ ഇത് പക്ക സെറ്റ് ആവട്ടെ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ വെതർ സ്ട്രിപ്സിൻ്റെ പരിപാടി ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ കണ്ടില്ല, നമ്മുടെ ആ കഴുകി വെച്ചിരുന്ന ആ ഔട്ടർ, അതായത് ഇന്നർ റബ്ബർ ബീഡിങ് നമ്മൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഡോർ പില്ലറിൻ്റെ അവിടെ ഒരു ഫൈബർ സ്റ്റിക്കർ ചെയ്തു. വേറെ ഒന്നുമില്ല കാര്യം, നമ്മുടെ ഡോറിൻ്റെ പില്ലറിൻ്റെ ബ്ലാക്ക് വരുന്നതുകൊണ്ട് ഇടയിൽ കൂടെ റെഡ് കളർ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയാണ് അത് കവർ ചെയ്ത് സ്റ്റിക്കർ ചെയ്ത് കവർ ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിൻ്റെ അവിടെ വരുന്ന ആ പ്ലാസ്റ്റിക് ക്ലിപ്പില്ലേ, ആ ക്ലിപ്പ് അതേപോലെ അവിടെ ഇട്ട് പക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓൾമോസ്റ്റ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അകത്ത് വരുന്ന കുറച്ച് പ്ലാസ്റ്റിക് പാനൽസ് നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബോട്ടത്തിൽ വരുന്നത് കുറേ സെറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ക്ലോസ് ചെയ്യാം. അപ്പോൾ ഡോർ ക്ലോസ് ചെയ്ത്. അപ്പോൾ പെയിന്റിനെ പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പെയിന്റിനെ പറ്റി. അപ്പോൾ പെയിന്റിനെ പറ്റിയുള്ള അപ്ഡേഷൻ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ്, എന്ത് പെയിന്റാണ്, എന്താണ് പെയിന്റിന്റെ കോഡ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവരും സ്റ്റേ ട്യൂണായിട്ട് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കാണുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.